ഇതുപോലെയുള്ള നാട്ടുമാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായി കഴുകി വൃത്തിയാക്കിയ മാങ്ങ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിൻ്റെ തോലോടുകൂടിയാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. എങ്കിൽ മാത്രമേ മാങ്ങയുടെ പൾപ്പ് നമുക്ക് ആ തൊലിയിൽ നിന്നും സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. നന്നായി വെന്ത് വന്നാൽ നമുക്കതിനെ ഒന്ന് മാറ്റി അടുപ്പിൽ നിന്നും മാറ്റി ഒന്ന് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് തണുത്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഞെവടി ഇതിൻ്റെ പൾപ്പും തൊലിയും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പൾപ്പ് നമുക്ക് ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനെ ഒരു ജാറിലേക്ക് അരിച്ചൊഴിച്ച് ഒരു ചെറു നാരങ്ങയുടെ നീരും കൂടി ഇട്ട് പിഴിഞ്ഞൊടിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മാംഗോ ഫ്രൂട്ടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.